സോ ഗൈസ്, ഇന്നൊരു വളരെ എക്സൈറ്റിംഗ് വീഡിയോ ആണ്. ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളിവിടെ വന്നേക്കുന്നത് ലോകത്തിന്റെ ഏറ്റവും ടിപ്പിലാണ്. നമുക്ക് ലോകത്തിന്റെ വേറൊരു ടിപ്പും കൂടെ ഉണ്ട്. അത് നമ്മൾ ഇനിയും ഫ്രണ്ടിലോട്ട് പോകണം. അതൊരു വേറൊരു ക്ലിപ്പാണ്. പക്ഷെ നമുക്ക് പീപ്പിൾക്ക് അവിടെ ആക്സസ് ഇല്ല. അതൊരു സയന്റിഫിക് പ്രോഗ്രാമിന് വേണ്ടി അവിടെ വെച്ചേക്കുവാണ്. പീപ്പിൾക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റിയത് മോസ്റ്റ് നോർത്ത് പ്ലേസ് ആണ് കേപ്രിങ്ങ. സോ നമുക്ക് ന്യൂസിലാൻഡിലെ കേപ്രിങ്കയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു 10 മിനിറ്റ് വാക്കുണ്ട്. സോ നമുക്ക് പോകാം. ഇവിടെ ഡ്രോണും ഡോഗ്സും ഒന്നും അലൗഡ് അല്ല. നിങ്ങൾക്ക് അവിടെ കാണാം. സോ ഗൈസ്, അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അത് വേറൊരു വഴിയിലോട്ടാണ്. നമ്മൾക്ക് ഇതുപോലെ ഈ വഴിയിൽ കൂടിയാണ് പോകേണ്ടത്. അങ്ങോട്ടാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ഉള്ളത്. അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു സീനറി കാണുന്നത്. അതെനിക്ക് തോന്നുന്നു 90 മൈൽ ബീച്ചാണെന്ന്. സോ നമുക്കിനി നമ്മുടെ വാക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഗൈസ്, പിന്നെ ഇവിടെ ഞങ്ങൾ ഓക്ലൻഡിൽ നിന്ന് വരുമ്പോഴത്തേക്കൊരു മേ ബി ലൈക്ക് 5 hours ഒക്കെ എടുത്തെന്ന് തോന്നുന്നു. ഐ ആം നോട്ട് ഷുവർ. പിന്നെ ഇവിടെയും നല്ല സീനറീസ് ഒക്കെ ഉണ്ട്. അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഈ പാത്തുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ സൈഡിലോട്ടൊക്കെ നോക്കുന്നതിന് നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളായിട്ടുള്ള ഹിസ്റ്ററീസൊക്കെ വരും. പിന്നെ നമ്മുടെ പാത്തൊക്കെ നല്ലതുപോലെ ഇവിടെ സൈഡിൽ ബെഞ്ചൊക്കെ ആയിട്ട് 2 സൈഡിലും ഗ്രീനറി ആയിട്ടാണ് അവർ നല്ല ഭംഗിക്ക് അത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെയും ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നല്ലൊരു ഓഷ്യൻ വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഞാനിതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നമുക്കിനിയും നമ്മുടെ പാത്ത് കണ്ടിന്യൂ ചെയ്യാം. നമുക്കിനിയും നമ്മളിങ്ങനെ പാത്തിക്കൂടെ നടന്ന് വരാന്നേരം തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക ഭയങ്കര ഒരു വൈബ് വ്യൂ കിട്ടുന്നുണ്ട്. നല്ലൊരു ഭയങ്കര രസമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ വരാൻ നേരം എൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. നമുക്കൊരു കമ്പ്യൂട്ടറിൽ ഒരു വാൾപേപ്പർ കിട്ടുന്ന പോലത്തെ അത്ര നൈസ് ആയിട്ടുള്ള വ്യൂ ആണ് ഈ ഒരു പാർക്ക്. സോ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴി നമ്മുടെ ടവർ ഒന്നും കൂടെ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് അവിടെയാണ് എത്തേണ്ടത്. സോ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഇതെല്ലാം നല്ലൊരു പ്ലേസുകളാണ്. സോ എല്ലാവരും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതും ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. നമുക്ക് സ്റ്റിൽ നമ്മുടെ 90 മൈൽ ബീച്ച് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണിത്. സോ ഇനി നമ്മുടെ പാത്ത് കണ്ടിന്യൂ ചെയ്യാം. നമുക്കിനി ലൈക്ക് 2 more minutes ഉണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ വേറൊരു രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ടവർ ഒന്നും കൂടെ ഒന്ന് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരു ശകല നേരം കൊണ്ടില്ല. ഇവിടുന്ന് ഒരു 2 more minutes കൂടെ ഉള്ളൂ. സോ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വരികയാണ്. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായിട്ടുണ്ട്. സോ
ഇവിടെ എല്ലാം നല്ല വ്യൂസാണ്. പിന്നെ സൈഡുകളിലായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററീസ്, അതിൻ്റെ ഈ ഹൗ മൗറീസ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് അവരുടെ എങ്ങനെ ഉപയോഗിച്ചത്, മൗറീസ് ആണോ ഇത് എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്, ഇത് ഈ ടവർ എന്തിനുള്ളതാണ്, അങ്ങനെയൊക്കെ ആ ഒരു ഹിസ്റ്ററിക്കകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ലൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം തിങ്സാണ് നമ്മളിതൊക്കെ കാണുന്നത്. ഭയങ്കര ഓഷ്യൻ വ്യൂ എല്ലാം ഉണ്ട്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പോകുന്ന വഴികളെല്ലാം നല്ല ബിഗ് സീനറീസ് ആണ്. നമ്മൾ അടുക്കാറായിട്ടുണ്ട്. ഇതൊക്കെ നല്ല നല്ല സീനറീസ് ഉണ്ട്. നല്ല സീനറീസ് ആണ് ഇതൊക്കെ. ഇതെൻ്റെ അനിയത്തിയും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും ആണ്. നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ അടുത്തോടെ എത്താറുണ്ട്. അവിടെയാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. നമുക്ക് ഇവിടെ സീനറി ഇവിടെ കാണാൻ പറ്റും. ഭയങ്കര വലിയൊരു സീനറി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ക്യാമറ ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ പസഫിക് ഓഷ്യനും ടാസ്മാനിയൻ സീയും മീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ക്ലാഷ് ഉണ്ട്. അവിടെ രണ്ടും ഡിഫറെൻറ്റ് കളേഴ്സ് ആണ്. പിന്നെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ എടുക്കാറായിട്ടുണ്ട്. നമ്മൾ എത്തിയിട്ടുണ്ട്. ലൈറ്റ് ഹൗസിലോട്ട് എത്തിയിട്ടുണ്ട്. വളരെ ഓഷ്യന് ഭയങ്കര സീനറീസ് ഉണ്ട്. നമ്മൾ വാക്ക് ചെയ്യുന്ന പാത്തിയിൽ എല്ലാം രണ്ട് സൈഡിലും ഒരു സീനറീസ് ആക്കി വെച്ചേക്കാണ്. സോ ഗൈസ്, നമ്മുടെ ടവറിൻ്റെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങോട്ട് നോക്കാൻ നേരം നമുക്ക് പല കൺട്രീസ് കാണുന്നുണ്ട്. ഓസ്ട്രേലിയ, ഇങ്ങനെ കോസ്റ്റ് കൊറിയ, അങ്ങനെ പല കാര്യങ്ങൾ, ബ്ലഫ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്കിനി ഇവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് നമുക്ക് നോക്കാം. സോ അവിടെ കാണുന്നതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു മെറ്റൽ റോഡിൽ ഒരു ഡയറക്ഷൻ ഇട്ടിട്ടുണ്ട്. സോ ഇതാണ്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ലണ്ടൻ, ലോസ് ഏഞ്ചലസ്, ടോക്കിയോ, അങ്ങനെ പല കൺട്രീസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. പല കോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. പല പെൻസിലൻസ് എഴുതിയിട്ടുണ്ട്. ബ്ലഫ് കാണാൻ പറ്റുന്നുണ്ട്. ട്രോപ്പിക്കൽ ഓഫ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിൽ മിക്ക കൺട്രീസും ഇല്ല, പക്ഷേ ബാക്കി നമുക്ക് ഫേമസ് ആയിട്ടുള്ള മിക്ക കൺട്രീസുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഗൈസ്, ഞങ്ങളിവിടെ ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു പുതിയ ഐഡിയ വന്നു. ഇവളുടെ പേര് ജിയാണ. നമ്മൾ ഇതിൻ്റെ അകത്തെ ഒത്തിരി സ്ഥലത്തിൻ്റെ പേരിട്ടിട്ട് അവളാണ് ഒരു സ്ഥലം പിക്ക് ചെയ്യുന്നത്. ആ സ്ഥലം പിക്ക് ചെയ്തിട്ട് ഈ അങ്കിള് അത് സ്ഥലം വായിക്കുന്നതായിരിക്കും. സോ നമുക്ക് റിവീൽ ചെയ്യാം. സിഡ്നി. സോ ഗൈസ്, നമുക്ക് സിഡ്നിയാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മളുടെ അടുത്ത വീഡിയോ ഓസ്ട്രേലിയ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്.
ഡു നോട്ട് ഫർഗെറ്റ് നമ്മൾ ഓസ്ട്രേലിയയിൽ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പോകുമായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ഇറ്റ്. സോ see you guys in the next video. It's me Aiden and I'm out.